ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാട്ടോ എല്ലാവരും. അപ്പോൾ അനുഭവം പറയുകയാണ് നമ്മൾ. ഈ പ്രാർത്ഥനാ വേളയിൽ ഇത്തരം അനുഭവങ്ങളും കൂടുതൽ കരുത്ത് തരും നമ്മുടെ മനസ്സിന്, ഒരു സംശയമില്ല. എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ ഒരു ദേവീഭക്തയായിരുന്നു. കൃഷ്ണനുമായിട്ട് യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കൃഷ്ണഭക്തിയായിട്ട് 1.5 വർഷമായുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2024 ജൂലൈയിൽ എൻ്റെ മോൾക്കും ഭർത്താവിനും സുഖമില്ലാതായത് മുതൽ. അന്ന് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളിലായിരുന്നു. ഈശ്വരന്മാർ എൻ്റെ പ്രാർത്ഥന കേട്ടു. അവരെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു തന്നു. ഒരുപക്ഷെ എന്നെ കണ്ണനിലേക്ക് അടുപ്പിക്കാൻ എൻ്റെ ഉണ്ണിയുടെ തന്നെ പരീക്ഷണമായിരിക്കാം അത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ താളമായി എൻ്റെ കണ്ണൻ, എൻ്റെ എല്ലാമായി. സ്വപ്നമാണോ യാഥാർത്ഥ്യമായിരുന്നോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരനുഭവമാണ് ഞാനിവിടെ എഴുതുന്നത്. കഴിഞ്ഞത്ര പ്രയാറ ഏകാദശിക്ക് തലേന്ന് ദശമിക്ക് ഒരിക്കലെടുത്ത് സാധാരണ പോലെ ഉറങ്ങാൻ കിടന്ന ഞാൻ ഏകാദശിയുടെ അന്ന് പുലർച്ചെ ഒരു പാദസരത്തിൻ്റെ കിലുക്കം കേട്ടാണ് ഞെട്ടിയത്. സാധാരണ ഹാളിൽ ലൈറ്റിട്ടാണ് കിടക്കാറ്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. പുലർച്ചെ പാദസര കിലുക്കം കേട്ട് ഞെട്ടി എണീറ്റ് ഞാൻ എൻ്റെ റൂമിൻ്റെ വാതിലിനടുത്ത് റൂമിലേക്ക് നടന്നെടുക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് ഞാൻ കാണുന്നത്. ഉണ്ണിയുടെ മുടി നെറുകയിൽ കെട്ടിവെച്ചിരുന്നു. മയിൽപ്പീലി ചൂടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അരണ്ട വെളിച്ചത്തിൽ എന്ന പോലെയാണ് കാണുന്നത്. മയിൽപ്പീലി ശരിക്കും കണ്ടു. ഞാനത് കണ്ട് പേടിച്ച് നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. ഏട്ടാ ഏട്ടാ എന്ന് ഞാൻ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയും ശബ്ദം പുറത്തു വന്നില്ല. ഞാൻ ശരിക്കും എൻ്റെ ഉണ്ണിക്കണ്ണനെ കണ്ടു. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ബോധം മറഞ്ഞു. രാവിലെ എണീറ്റപ്പോൾ റൂമിൽ സാധാരണ പോലെ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇത് മറ്റുള്ളവർ വിശ്വസിക്കുമോ എന്നറിയില്ല. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ണി എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമാണ് അന്ന് ഉണ്ണി എനിക്ക് തന്നത്. രാവിലെ ഞാനത് ഓർത്തെടുത്തപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ കരഞ്ഞ് നിലവിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടോ. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴുള്ള പരിഭ്രമത്തിലാണ് ഞാൻ നിലവിളിച്ചു പോയത്. ഇപ്പോഴും അത് സത്യമോ അത് സ്വപ്നമായിരുന്നോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്ത് തന്നെയായാലും ഉണ്ണി ഈ അമ്മയെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഈ ഒരു ദർശനം ഉണ്ണി നൽകിയത്. ശ്രീകാന്ത് സാർ, ഇത് പറ്റുമെങ്കിൽ വായിക്കണം. ഭഗവാന്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോൾ പെട്ടെന്ന് പരിഭ്രമിച്ച് പേടിച്ചു പോയതായിരിക്കും അല്ലേ? അങ്ങനെ പേടിക്കാനുള്ള ആളല്ലല്ലോ ഉണ്ണിക്കണ്ണനെ. നമ്മൾ കൈക്കുമ്പിളിൽ അങ്ങനെ ഉണ്ണിയെ ചേർത്ത് പിടിക്കുക. അമ്മമാരെ ഉണ്ണി ചേർത്ത് പിടിക്കുമ്പോൾ ഒരു സംശയമില്ല. എന്താ സംശയം? അങ്ങനെ ചേർത്ത് പിടിച്ച ഒരുപാട് അനുഭവങ്ങളല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷമായിട്ടും എൻ്റെ അനുഭവങ്ങൾ തീരുന്നില്ല. 1.5 വർഷമായിട്ടും അനുഭവങ്ങൾ തീരുന്നില്ല എന്നല്ലാതെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇൻബോക്സിൽ എത്ര അനുഭവങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അറിയില്ല. അതൊരാൾക്ക് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. എന്തൊക്കെയാ പറയുന്നത് ശ്രീകാന്തേ എന്ന് പറഞ്ഞ്. എന്താ കഥ? എന്തായാലും ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. വേറൊന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.